ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് 2 തവണ UDF പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ആ സ്വതന്ത്രനെ UDF അടർത്തിയെടുക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ അത് അവർ തമ്മിലുള്ള തർക്ക വിഷയം. അപ്പോൾ ഒരു സ്വതന്ത്രൻ്റെ കൂടി ഉപയോഗപ്പെടുത്തി, സ്വതന്ത്രൻ്റെ വോട്ടുകൾ കൂടി ഉപയോഗപ്പെടുത്തി ഞങ്ങൾ 2 തവണ UDF ഈ നിയോജകമണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ അതിൻ്റെ നിങ്ങൾ ഈ രാഷ്ട്രീയ വിശകലന വിദഗ്ധന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞത് ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചിട്ട് മൂന്നാമത് നിൽക്കുന്ന CPM തോൽപ്പിക്കാൻ എളുപ്പമാണ് എന്നാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലയാള ദിനപത്രം, അതിൻ്റെ രാഷ്ട്രീയകാര്യ ലേഖകൻ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തി. അപ്പം അങ്ങനെ പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് ഇവിടെ കോട്ടം സംഭവിച്ചിട്ടില്ല.